ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക് ഹാദിയ കേസിൽ ഭർത്താവ് ഷെഫിൻ ജഹാൻ നൽകിയ ഹർജിയിൽ കോടതിയുടെ നിർണായക വിധി ഇവരുടെ വിവാഹം റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. അതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇത് പൂർണ്ണ വിധിയല്ല എന്ന് നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നു. ഹാദിയ കേസിലെ വിധി, ഹൈക്കോടതി വിധി ഇവരുടെ വിവാഹം റദ്ദാക്കിക്കൊണ്ടുള്ളതായിരുന്നു. വിവാഹം കോടതിയെ അറിയിക്കാതെ നടത്തി, അതുകൊണ്ട് വിവാഹത്തിന് നിയമപരമായ പ്രാബല്യമില്ല എന്നായിരുന്നു മുൻപ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കണ്ടെത്തിയത്. ആ വിവാഹം റദ്ദാക്കിയ വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇത് പൂർണ്ണ വിധിയല്ല എന്ന് വാദം പൂർത്തിയാക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ഹാദിയയുടെ ഭർത്താവ് ഷെഫിൻ ജഹാൻ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ. ഈ ഹർജിയിലാണ് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് പൂർണ്ണമല്ല എന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി അറിയിച്ചിരുന്നു. വളരെ നിർണായകമായ ഒരു വിധിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പൗരന്മാരുടെ വിവാഹം റദ്ദ് ചെയ്യാൻ ഹൈക്കോടതിക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ടോ, അധികാരമുണ്ടോ എന്നായിരുന്നു സുപ്രീം കോടതി പരിശോധിച്ചത്. ഈ പരിശോധനയിലുണ്ടായ ഒരു ഇടക്കാല വിധിയാണ് ഇപ്പോൾ ഉള്ളത്. ഹൈക്കോടതിയുടെ ആ വിധി തന്നെ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഷെഫിൻ ജഹാനുമായുള്ള ഹാദിയയുടെ വിവാഹം നിലനിൽക്കുന്നതാണ് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഹാദിയ കേസിലെ വളരെ നിർണായകമായ ഒരു ഇടക്കാല വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ഷെഫിൻ ജഹാന് തീവ്രവാദ ബന്ധമുണ്ട് എന്ന NIA-യുടെയും ഹാദിയയുടെ അച്ഛൻ അശോകൻ്റെയും അവകാശവാദത്തിന്മേലുള്ള അന്വേഷണം തുടരാൻ NIA-ക്ക് നേരത്തെ തന്നെ സുപ്രീം കോടതി അനുവാദം നൽകിയിരുന്നു. അതൊഴിച്ചുള്ള മറ്റൊരു കാര്യങ്ങളിലും NIA-യുടെ അന്വേഷണം ആവശ്യമില്ല എന്നായിരുന്നു നേരത്തെ വാദം പൂർത്തിയാക്കുമ്പോൾ തന്നെ കോടതി അറിയിച്ചത്. ഇപ്പോൾ ഹാദിയയുടെയും ഷെഫിൻ ജഹാൻ്റെയും വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഹാദിയയ്ക്ക് പഠനം തുടരാമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു. ഹൈക്കോടതിയുടെ വളരെ വിവാദമായ ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുള്ളത്. ഹാദിയ കേസിലെ ഒരു നിർണായകമായ വഴിത്തിരിവാണ് ഈ സുപ്രീം കോടതി വിധി എന്ന് പറയാം. IT കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായി ഞങ്ങളുടെ നിയമകാര്യ ലേഖിക ഷബന സിയാദ് കൂടി ചേരുന്നു. ഷബന, ഹാദിയ കേസിൻ്റെ നാൾവഴികൾ എന്തായിരുന്നു? എത്രമാത്രം നിർണായകമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി, ഇവരുടെ വിവാഹം അംഗീകരിച്ചുകൊണ്ടുള്ള ഈ വിധി? ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ആദ്യമായി എത്തുന്നത് 2016 ജനുവരിയിലാണ്. ഇത് ഹാദിയയുടെ പിതാവ് അശോകനായിരുന്നു ഈ ഹർജി നൽകിയത്. എന്നാൽ ഈ ഹർജി പരിഗണിച്ച വേളയിൽ തന്നെ ആരും തടഞ്ഞു വെച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് സ്വതന്ത്രമായി വിടണമെന്നും തനിക്ക് മതം പഠിക്കണമെന്നും ഇസ്ലാം മതം പഠിക്കണമെന്നും തന്റെ പഠനം തുടരണമെന്നും ഹാദിയ വ്യക്തമാക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ശബന ദയവായി തുടരുക. ഞാൻ ഇപ്പോൾ തന്നെ തിരികെ എത്താം ശബനയിലേക്ക്. ഇപ്പോൾ ഹസനുൽ ബന്ന, മാധ്യമം ഡൽഹി കറസ്പോണ്ടന്റ്, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഹസനുൽ ബന്ന, താങ്കൾ കോടതിയിൽ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. എന്താണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ? ഞാൻ കോടതിയിലായിരുന്നു. ഈ കേസിൽ തുടക്കം മുതൽ എന്താണോ ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് ചന്ദ്രചൂഡും പറഞ്ഞുകൊണ്ടിരുന്നത് അതേ തരത്തിൽ തന്നെയാണ് ഇന്ന് വിധി പ്രസ്താവന ഉണ്ടായത്. ശരിക്കും ഇത് വളരെ നേരത്തെ വരേണ്ട ഒരു വിധി പ്രസ്താവനയായിരുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിൽ നാളിതുവരെ ചീഫ് ജസ്റ്റിസ് നടത്തിയ നിരീക്ഷണം, ആ നിരീക്ഷണം ഇന്ന് ഒരു ഉത്തരവായി ഇറങ്ങി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഉത്തരവ് ഇറങ്ങുന്നത് വരെയുള്ള ഒരു സാങ്കേതികത്വം മാത്രമായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിധിയാണ്. അതായത് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഒരു ഹൈക്കോടതിക്കും ഒരു വിവാഹം റദ്ദാക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് ആ നടപടി കേരള ഹൈക്കോടതി ചെയ്തത് അത് സാധുവല്ല, നിയമപരമായി നിലനിൽക്കുന്നതല്ല, അത് തെറ്റാണ്. രണ്ടാമത്തെ വശം അത് പറഞ്ഞിട്ടുള്ളത്, അത് ഇന്നത്തെ വാദം കേൾക്കലിലും അത് വിശദമായി വന്നിരുന്നു. അതായത് ഇവരുടെ ക്രിമിനൽ കേസുകളൊക്കെ പറഞ്ഞപ്പോൾ ഷെഫിൻ ജഹാനെതിരെ ക്രിമിനൽ കേസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏതൊക്കെ 153 വകുപ്പ് 107 വകുപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉടനെ ചോദിച്ചിരുന്നു, എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല? അത് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് നടത്താം. വേണമെങ്കിൽ ഭർത്താവിനെയോ ഭാര്യയെയോ കുടുംബത്തെ തന്നെയോ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് ഈ പറയുന്ന വിവാഹം അതുമായി ബന്ധപ്പെട്ടതല്ല. മാത്രമല്ല NIA-യോട് ഇന്നും പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്, വിവാഹ കാര്യത്തിൽ NIA ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താൻ പറ്റില്ല. ആ രണ്ട് തലത്തിൽ ഇത് തിരിച്ചടിയാണ് NIA-യുടെയും നേരത്തെ കേരള പോലീസ് നടത്തിയ വാദത്തിന്റെയും. കേരള സർക്കാർ അവസാനം ഇവിടെ കൊടുത്ത അഫിഡവിറ്റിന് വിരുദ്ധമായിരുന്നല്ലോ നേരത്തെ അതിനു മുമ്പ് പോലീസ് നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ കേരള പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരുന്നു NIA പല സത്യവാങ്മൂലങ്ങളും അതുപോലെ തന്നെ അവരുടെ റിപ്പോർട്ടുകളും കൊടുത്തിരുന്നത്. ആ റിപ്പോർട്ടിന്റെ വാദം ഇതായിരുന്നു, വിവാഹം തന്നെയും NIA അന്വേഷിക്കണം എന്നായിരുന്നു. ഈ വിവാഹം എന്നുള്ളത് ഹൈക്കോടതിയുടെ നിയമ നടപടിയെ തടസ്സപ്പെടുത്താനുള്ള, ഹൈക്കോടതിയുടെ ഇടപെടലിനെ തടസ്സപ്പെടുത്താനുള്ള ഒരു ഉപകരണമാണ് എന്ന വാദം ഇന്നും ആവർത്തിച്ചെങ്കിലും അത് നിഷ്കരണം തള്ളിക്കളയുകയാണ്. മാത്രമല്ല ഇന്ന് നാം വളരെ ശ്രദ്ധിച്ച ഒരു വസ്തുത, ഇവർ പ്രത്യേകം കോടതിയിൽ പറയുകയുണ്ടായി, ഇന്ന് വനിതാ ദിനമാണെന്ന് നോക്കണമെന്ന്.
ആ വനിതാ ദിനമാണെന്ന് ഓർക്കണമെന്ന് കപിൽ സിബൽ പറഞ്ഞതോടുകൂടി തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ചീഫ് ജസ്റ്റിസിന്റെ ഒരു മൂഡ് മാറുകയും മറ്റു വാദങ്ങൾ നിയമപരമായി വല്ലതും പറയാനുണ്ടെങ്കിൽ മാത്രം ഇനി പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അപ്പോൾ തന്നെ ഏറെക്കുറെ ഉത്തരവിടാനുള്ള ഒരു മാനസിക ഞാൻ താങ്കളെ മടങ്ങി വരാം. താങ്കൾ ടെലിഫോൺ ലൈനിൽ അല്പനേരം കൂടി തുടരുമെന്ന് പ്രതീക്ഷിച്ചു. ഞങ്ങളുടെ ലേഖകൻ ടി.കെ. റാഷിദ് ഉണ്ട് ഇപ്പോൾ സുപ്രീം കോടതി. റാഷിദ്, എന്താണ് ഇന്നത്തെ കോടതി വിധിയുടെ വിശദാംശങ്ങൾ? വരികളിൽ കോടതി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. അതായത് ഹൈക്കോടതി ഉത്തരവ്, ഹാദിയയുടെയും ഷെഫിൻ ജഹാന്റെയും വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കുകയാണ് ഉണ്ടായത്. നേരത്തെ ഹസനുൽ ബന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണവുമായി NIAക്ക് മുന്നോട്ട് പോകാനുള്ള അനുവാദം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഈ കേസിന്റെ വാദപ്രതിവാദ ഘട്ടങ്ങളിലെല്ലാം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാട് അത് തന്നെ കോടതി ആ വിധി പ്രസ്താവത്തിൽ ആവർത്തിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഭരണഘടനയുടെ 226 അനുച്ഛേദ പ്രകാരം ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഒരു പ്രായപൂർത്തിയായ പരസ്പര സമ്മതപ്രകാരം വിവാഹം കഴിച്ച രണ്ടുപേരുടെ വിവാഹം ഏത് സാഹചര്യത്തിലാണ് കോടതിക്ക് റദ്ദാക്കാനാവുക, ഹൈക്കോടതിക്ക് റദ്ദാക്കാനാവുക എന്നുള്ളതാണ് തങ്ങൾ പരിശോധിക്കുന്നത് എന്ന് പല ആവർത്തി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം NIAയും ഒപ്പം തന്നെ പിതാവ് അശോകൻ ഉൾപ്പെടെയുള്ളവർ ബാധിച്ചുകൊണ്ടിരുന്നത് ഒരു ഹ്യൂമൻ ട്രാഫിക്കിന്റെ, പ്രത്യേകിച്ച് ഒരു വലിയ നെറ്റ്വർക്ക്, സത്യസരണി പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉൾപ്പെട്ട ഒരു വലിയ നെറ്റ്വർക്ക് ഈ കേസിന്റെ പിറകിലുണ്ട് എന്നും ഹാദിയയെ വിദേശത്തേക്ക്, പ്രത്യേകിച്ച് യമനിലേക്ക് കടത്താനുള്ള കൃത്യമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്നുള്ള വാദത്തിലൂന്നിയായിരുന്നു കേസിൽ പ്രത്യേകിച്ച് കോടതിയെ ഹാദിയ കേട്ട ശേഷമുള്ള വാദങ്ങളിൽ കൃത്യമായി ഇവ ഊന്നിക്കൊണ്ട് വാദങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം കോടതി കൈക്കൊണ്ട നിലപാട് ആവർത്തിക്കുകയായിരുന്നു ഇന്നത്തെ ഉത്തരവിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും NIAയുടെ അന്വേഷണത്തിന് ഏൽക്കുന്ന വലിയ തിരിച്ചടി തന്നെയാണ് ഇത്. കാരണം ഇന്ന് പ്രത്യേകമായി NIAയുടെ അഭിഭാഷകൻ മനീന്ദർ സിംഗ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അതായത് വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ഇപ്പോൾ A. രഘുനാഥ്, ഹാദിയുടെ അച്ഛൻ അശോകന്റെ അഭിഭാഷകൻ. ശ്രീ A. രഘുനാഥ്, താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിധിയെ? അത് നമ്മൾ കാണുന്നത് വിധിയുടെ വ്യക്തത, റീസണിങ് എന്താണെന്ന് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ റീസണിങ് പഠിച്ചിട്ട് എന്തെങ്കിലും വ്യക്തമായി പറയാൻ പറ്റുള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ NIAയുടെ ഇൻവെസ്റ്റിഗേഷൻ തുടരാം. NIAയുടെ ഇൻവെസ്റ്റിഗേഷൻ യാതൊരു തടസ്സവുമില്ല. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. റൈറ്റ് രഘുനാഥ്, അത് തന്നെയായിരുന്നല്ലോ സുപ്രീം കോടതിയുടെ മുന്നിലെ പ്രധാന വിഷയവും. കാരണം ഈ വിവാഹം റദ്ദാക്കാനുള്ള ഹൈക്കോടതിയുടെ അധികാരം, ഭരണഘടനാപരമായ അധികാരം എന്ത് എന്ന് തന്നെയല്ലേ ഈ ഡിവിഷൻ ബെഞ്ച് ചർച്ച ചെയ്തത്. പക്ഷെ അത് ആ വിവാഹം ശരിവെച്ചത് എന്തുകൊണ്ടാണ്, എന്താണ് കാരണം എന്ന് വ്യക്തത ഇതുവരെ ഇല്ല. അപ്പോ അതിനെ കുറിച്ച് വല്ല ടിപ്പണി പറയുകയാണെങ്കിൽ അത് പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. രഘുനാഥ്, ഈ ഹൈക്കോടതിയുടെ വിധിയിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം, അതിലെ ഏറ്റവും വിവാദപരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് എ ഗേൾ ഏജ് 24 years ഈസ് വീക്ക് ആൻഡ് വൾണറബിൾ എന്നൊരു ഭാഗമാണ്. ക്യാപ്പബിൾ ഓഫ് ബീയിങ് എക്സ്പ്ലോയിറ്റഡ് ഇൻ മെനി വേയ്സ്. ആ കാര്യത്തിലാണ് ഇന്ന് വനിതാ ദിനത്തിൽ സുപ്രീം കോടതിയിൽ ഒരു തീരുമാനമുണ്ടായിട്ടുള്ളത്. ഒരു പ്രായപൂർത്തിയായ സ്ത്രീയുടെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം, അതിനെ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിക്ക് അവകാശമുണ്ടോ, ഭരണഘടനാപരമായ അവകാശമുണ്ടോ എന്നല്ലേ ചോദിച്ചത്. അതിൽ നിർണായകമായ ഒരു വിധിയായി ഇതിനെ കണക്കാക്കിക്കൂടെ? അല്ല, അത് നോക്കട്ടെ. വിധിയുടെ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഫൈനൽ അതിന്റെ ഓപ്പറേറ്റീവ് പോർഷനല്ലേ വായിച്ചിട്ടുള്ളൂ. അത് നോക്കട്ടെ, അതിന്റെ കാരണങ്ങൾ നോക്കട്ടെ, എന്നിട്ട് ഇത് ഈ പരാമർശം പറയാം. ശരി, വളരെയധികം നന്ദി A. രഘുനാഥ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. T.K. റാഷിദ് വീണ്ടും ചേരുന്നു. റാഷിദ്, തുടരാം. അതായത് നേരത്തെ രഘുനാഥ് ചൂണ്ടിക്കാണിപ്പിച്ചതുപോലുള്ള ഒരു കാര്യം, അതായത് ഈ കേസിന്റെ ഓപ്പറേറ്റീവ് പാർട്ട് മാത്രമാണ് ഇന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത്. വിധിയുടെ വിശദാംശങ്ങൾ കൃത്യമായി ഇനി ഒരുപക്ഷെ കോടതി സ്വാഭാവികമായും അതിന്റെ വെബ്സൈറ്റിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഏതൊക്കെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ്, ഏതൊക്കെ വാദമുഖങ്ങൾ മുഖവിലക്കെടുത്താണ് അല്ലെങ്കിൽ ഏതൊക്കെ എടുക്കാതെയാണ് ഈ വിധിയിലേക്ക് കോടതി എത്തിയത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വിധി പകർപ്പിലുണ്ടാകും. പക്ഷെ ഒരു കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തമായി പറയാം. കാരണം കൃത്യമായി NIAക്ക് അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു അനുവാദം കോടതി നൽകിയിട്ടുണ്ട്. അത് ഷെഫിൻ ജഹാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ NIA ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആരോപണങ്ങൾ മേലുള്ള അന്വേഷണമാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ NIA ഇന്ന് പ്രത്യേകിച്ച് മനീന്ദർ സിംഗ് കോടതിയിൽ ബാധിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, NIAയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിന്റെ അടിസ്ഥാനം വിവാഹം എന്ന ഒരു കാര്യത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. കാരണം വിവാഹം റദ്ദാക്കപ്പെടുകയാണ് എന്നെങ്കിൽ അല്ലെങ്കിൽ ഈ കേസിൽ പിന്നീട് അന്വേഷിക്കുന്ന NIAയുടെ അന്വേഷണം അപ്രസക്തമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. NIAക്ക് അന്വേഷിക്കേണ്ട ഒരു പരിധിയുണ്ട്, ഒരു വിഷയങ്ങളുടെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് പുറത്തേക്ക് ഈ കേസ് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും രൂപപ്പെടുക. സ്വാഭാവികമായും അത്തരമൊരു ഗണത്തിലേക്ക് കേസ്
കേസ് മാറുന്നതോടുകൂടി വീണ്ടും ഞങ്ങൾ ഏത് കോടതിയെയാണ് സമീപിക്കേണ്ടത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇന്ന് എൻഐയുടെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കേട്ട ശേഷമാണ് കോടതി ഈ തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. റാഷിദ്, ഞാൻ മടങ്ങി വരാം. റാഷിദ് തുടരുക, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ഹാരിസ് ബീരാനുണ്ട്, ഷെഫിൻ ജഹാൻ അഭിഭാഷകൻ. ശ്രീ ഹാരിസ് ബീരാൻ, ഇതിലെ എന്ത് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ വിധി എന്നത് ഇപ്പോൾ വ്യക്തമല്ല. ഒരുപക്ഷെ വിധി പകർപ്പ് ലഭിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കും അത് മനസ്സിലാവുകയുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഇത്തരത്തിലൊരു വിധിയിലേക്ക് എത്തിയത്? അല്ല, ഈ വിധി വരാനുള്ള അടിസ്ഥാന കാരണം എന്താണെന്ന് വ്യക്തമാകുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് വളരെ വ്യക്തമാണ്. അതിന്ന് പറയുകയും ചെയ്തു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഹാദിയയെ ഇവിടെ കോടതിയിൽ വിളിച്ചു വരുത്തി കോടതി ഹാദിയയുമായിട്ടുള്ള ചോദ്യാവലിയും അതുപോലെ തന്നെ അവരുടെ ഉത്തരങ്ങളൊക്കെ കേൾക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് കോടതിക്ക് വ്യക്തമായിട്ടുള്ള ഒരു സൈഡ് എടുക്കാനുള്ള ഒരു വ്യക്തമായിട്ടുള്ള വ്യൂ എടുക്കാനുള്ള ഒരു കാരണമുണ്ടായത്. കാരണം ഹാദിയയിൽ നിന്നുള്ള കിട്ടിയ വ്യക്തതയുള്ള ഉത്തരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അവരൊരു തീരുമാനത്തിലെത്തി. കാരണം വെച്ചാൽ ഹൈക്കോടതി പറഞ്ഞിരുന്നത് വെച്ചാൽ ഹൈക്കോടതി വിവാഹം അസാധുവാക്കാൻ പറഞ്ഞിരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഹാദിയക്ക് മെന്റൽ ഇൻകപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോ അതിനെ സംബന്ധിച്ച് അവർ ഇവിടെ ഇപ്പോൾ വിളിച്ച് വരുത്തി അവരായിട്ടുള്ള സമ്പർക്കത്തിന് ശേഷം സുപ്രീം കോടതിക്ക് ഒരുപക്ഷെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വിധി വന്നിരിക്കുന്നത്. റൈറ്റ്. ഹാരിസ്, താങ്കൾ പറഞ്ഞു വരുന്നത് കോടതി ഹാദിയെ ആദ്യം തന്നെ പഠനം തുടരാൻ അയച്ചു. ഇപ്പോൾ തന്നെ ഈ വിധിയുടെ കൂടെ പറയുന്നു പഠനം തുടരാൻ ആവശ്യപ്പെടുന്നു. അതേസമയം അശോകൻ, അതായത് പിതാവ്, കോടതിയിൽ പറഞ്ഞത് ഹാദിയയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള മാനസിക ദൗർബല്യങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ഹാദിയ മാനസിക ആരോഗ്യമുള്ളയാളാണെന്നും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളയാളാണെന്നും കോടതി കണ്ടെത്തുകയായിരുന്നു എന്ന് അനുമാനിക്കാം. തീർച്ചയായിട്ടും അതാണ് അതിന്റെ അടിസ്ഥാന കാരണം. ഇന്നത്തെ ഈ വിധിയുടെ അടിസ്ഥാന കാരണം അത് ഈ ഹാദിയയെ കുറിച്ചുള്ള, ഹാദിയയുടെ മാനസിക ആരോഗ്യത്തിനെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ മുമ്പ് നടന്നിട്ടുണ്ട്. ഹാദിയെ ഇപ്പൊ ഈ കല്യാണത്തിനെ സമ്മതിച്ചത് തന്നെ ഹാദിയയുടെ സമ്മതമല്ല, വേറെ ആരുടെ സമ്മർദ്ദം കൊണ്ടുള്ള സമ്മതമാണ് എന്നുള്ള രീതിയിലെല്ലാമായിരുന്നു ഇവിടുത്തെ വാദങ്ങളും അതുപോലെ തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ വിധിയും. അപ്പോ അങ്ങനെയാണ് ഹാദിയെ ഇവിടെ വിളിച്ചു വരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഹാദിയുമായിട്ടുള്ള സമ്പർക്കത്തിന് ശേഷമാണ് ഇവർക്ക് സുപ്രീം കോടതിക്ക് ഒരു ബോധ്യം വന്നു ഏത് രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വിധി വന്നത്. അത് കാരണം വെച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് ഇന്ന് വിധിയിൽ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇവര് ഹാദിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് അതിനകത്ത് ആകെ പറഞ്ഞിരിക്കുന്ന ഒരു കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. കാരണം ഹാദിയുമായിട്ട് സംസാരിച്ചു, ഹാദിയയുടെ വ്യൂസ് കേട്ടു, ഹാദിയ കല്യാണത്തിന് എങ്ങനെയാണ് ഹാദിയയുടെ സമ്മതം കിട്ടിയെന്നുള്ളത് അവർക്ക് മനസ്സിലായി, ഹാദിയയുടെ മാനസികാവസ്ഥ മനസ്സിലായി. ഇതിനെല്ലാം ശേഷമാണ് ഈ ഒരു വിധിയിലേക്ക് എത്താനുള്ള ഒരു അടിസ്ഥാന കാരണമായി മാറി. ഹാരിസ് ബീരാൻ, ഒരു കാര്യം കൂടി, ഈ ഹൈക്കോടതി ബെഞ്ച്, ജസ്റ്റിസ് സുരേന്ദ്രമോഹനും അബ്രഹാം മാത്യുവും അടങ്ങിയ ഹൈക്കോടതി ബെഞ്ചിന്റെ വിധി പറഞ്ഞതിന് ശേഷം ജസ്റ്റിസ് ചന്ദ്രചൂഡ് നടത്തുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി വിവാഹം എന്ന സമ്പ്രദായം ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച്, നിയമപരമായി മാത്രമല്ല ഇന്ത്യയുടെ ഒരു പാരമ്പര്യമുണ്ട് വിവാഹത്തെ മാനിക്കുക എന്ന. അത് എന്തായാലും ആ കാര്യം കൂടി നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് എൻഐയുടെയും അശോകന്റെയും അഭിഭാഷകരോട് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇവിടെ വന്നത് ഈ പറയുന്ന നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വൾണറബിൾ ആണ്, 24 വയസ്സുള്ള ഒരു സ്ത്രീ വൾണറബിൾ ആണ് എന്ന വാദഗതി ഹൈക്കോടതി അംഗീകരിച്ച യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാർക്കിയൽ പുരുഷാധിപത്യ പ്രവണതയുടെ ഭാഗമായുള്ള ഒരു വിധിയാണ് എന്ന് ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടെ അടിവരയിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി വിധി. കാരണം ഈ സ്ത്രീ പ്രത്യേകം പറയുകയുണ്ടായി, അവരിവിടെ വന്നു, അവർ സ്വന്തമായി അവരുടെ അഭിപ്രായം പറഞ്ഞു, ഇക്കാര്യത്തിൽ ഇനി ഇതിനപ്പുറം ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു 24 വയസ്സുകാരിയുടെ ഒരു അഭിപ്രായം ഒരു സ്വതന്ത്ര വ്യക്തിയുടെ അഭിപ്രായമായി മാനിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തതെങ്കിൽ ഹൈക്കോടതി ചെയ്തത് ഒരു പുരുഷ മനസ്സിൽ നിന്നുകൊണ്ടുള്ള ഒരു വിധി പ്രഖ്യാപനം. അതായത് ഒരു സ്ത്രീയെ വൾണറബിൾ ആയ ഒരു സിറ്റുവേഷനിലാണ്, അവളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാൻ സാധ്യതയുണ്ട്. സിറിയയിലെ ഇന്നും സുപ്രീം കോടതിയിൽ സിറിയയിലേക്ക് ആടുമേക്കാൻ പോകുന്ന പരാമർശം നടത്തുകയുണ്ടായി. അപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാസ്പോർട്ട് ആരുടെ കയ്യിലാണ്? അഥവാ അങ്ങനെ സിറിയയിലേക്ക് പോവുകയാണെങ്കിൽ തടയേണ്ടത് ആരുടെ ബാധ്യതയാണ്? അത് തടയാൻ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതല്ലേ, സ്റ്റേറ്റിന് കഴിയേണ്ടതല്ലേ? അതിന്റെ പേരിൽ എങ്ങനെയാണ് വിവാഹം റദ്ദാക്കാൻ കഴിയുക എന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിക്കുകയുണ്ടായി. പിന്നെ വീണ്ടും അപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ ക്രിമിനൽ കേസുകളുടെ കാര്യം ചോദിച്ചത്, ഷെഫിൻ ജഹാനെതിരായിട്ടുള്ള. അപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഷെഫിൻ ജഹാനെതിരെ മാത്രമല്ല ഇനി ഹാദിയക്കെതിരെ പോലും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെതിരെ പോലും ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കൈകടത്തൽ, അതുപോലെ തന്നെ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികളുടെ, നേരത്തെ ഹാരിസ് ബീരാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 പ്രായപൂർത്തിയായ വ്യക്തികളുടെ സ്വതന്ത്രമായ
തീരുമാനത്തിന്മേലുള്ള കൈകടത്താൻ ഒരിക്കലും ദയവായി അല്പം കൂടി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അശോകന്റെ, അതായത് ഹാദിയുടെ അച്ഛൻ അശോകന്റെ പ്രതികരണം വരുന്നു. അതിന്റെ തത്സമയം നിയമപോരാട്ടവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇനി വല്ലതും പറയാണ്ട. ഓക്കെ, റൈറ്റ്. അശോകന്റെ പ്രതികരണമാണ് കേട്ടത്. നിയമപരമായ പോരാട്ടം തുടരുമെന്നാണ് ഹാദിയുടെ അച്ഛൻ അശോകൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഹസുൽ ബന്ന, ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണം, ഹൈക്കോടതി ആ നിരീക്ഷണം നടത്തിയത്, വിവാദമായ നിരീക്ഷണം നടത്തിയത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പ്രകാരം പൗരൻ്റെ മൗലികാവകാശങ്ങളുടെ ഗ്യാരണ്ടർ സുപ്രീം കോടതിയോ ആണ് എന്ന ഒരു ക്ലോസിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് അത്തരത്തിൽ എന്തെങ്കിലും മൗലികാവകാശങ്ങളിൽ ലംഘനമുണ്ടായാൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ പൗരന് സമീപിക്കാവുന്ന ഒരു ഓപ്ഷൻ ഭരണഘടനയിലുണ്ട്. അതേസമയം വിവാഹം റദ്ദാക്കാനുള്ള ഈ അധികാരം, അതായത് പൗരൻ്റെ മൗലികാവകാശങ്ങളുടെ ഗ്യാരണ്ടർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൗരന്മാരുടെ വിവാഹം റദ്ദാക്കാനാകില്ല എന്നൊരു തർക്കമാണ് ഈ കേസിനെ ദേശീയ ശ്രദ്ധയാകർഷിച്ചത്. ഇത് സംബന്ധിച്ച് ഈ വാദം തുടരുന്നതിനിടെ എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി നടത്തിയത്? അസുൽ ബന്ന, ഇന്നത്തെ കേസിന്റെ ഏറ്റവും പരമപ്രധാനമായി, ഇത് യഥാർത്ഥത്തിൽ ഹാദിയ കേസിന്റെ കേരളത്തിൽ വിവാദമായ ഒരു കേസിന്റെ വിധിയല്ല, മറിച്ച് ഇത് ശരിക്കും ആ അർത്ഥത്തിലുള്ള ഒരു ചരിത്ര വിധിയാണ്. മേലിൽ ഒരിക്കലും ഒരു വിവാഹം തടസ്സപ്പെടുത്താൻ, ഇതുപോലല്ല ഏത് അധോലോകവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ക്രിമിനൽ കേസുകളുമായി വന്നാലും അത്തരത്തിൽ ഒരു പിതാവ് തന്റെ മകൾ ഒരു ക്രിമിനലിനെ വിവാഹം കഴിക്കരുതെന്ന് ആവശ്യപ്പെട്ട് വന്നാലും ഒക്കെ ഇനി മേലിൽ ഈ 3 അംഗ ബെഞ്ചിന്റെ വിധി ഇന്ത്യയിലെ നിയമമായിട്ട് അവശേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുക. ഇവിടെ സംഭവിച്ചത് നേരത്തെ പറഞ്ഞ ഹൈക്കോടതി ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയതിന്റെ സാഹചര്യം ഇന്നിവിടെ വിശദീകരിച്ചിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, വാദം ഒരു തരത്തിൽ ചീഫ് ജസ്റ്റിസിനും സഹജഡ്ജിമാർക്കും ബോറാകുന്ന തരത്തിൽ അവരെ മടുപ്പിക്കുന്ന തരത്തിൽ NIA-യും അശോകന്റെ പിതാവും വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ ഇവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന തരത്തിൽ നീരസം പ്രകടിപ്പിക്കുകയുണ്ടായി. ആ വാദം അവർ ഉന്നയിച്ചതായിരുന്നു, ഹൈക്കോടതിയുടെ നിയമ നടപടിയിലേക്ക് കടക്കാനിരിക്കെ ഡിസംബർ 19 ഹൈക്കോടതി ഇവർക്കൊരു നിർദ്ദേശം നൽകി. അപ്പോൾ ആ നിർദ്ദേശത്തെ മറികടക്കാൻ സൈനബ എന്ന് പറയുന്ന സത്യസരണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവർ നടത്തിയ ഗൂഢാലോചനയാണ് ഈ വിവാഹമെന്നും ഇത് ശരിക്കുമുള്ള വിവാഹമല്ല, മറിച്ച് ഹൈക്കോടതിയെ മറികടക്കാനുള്ള ഒരു വിവാഹമാണ് എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു, അങ്ങനെ ഏതെങ്കിലും ഒരു പെൻഡിംഗ് കേസ്, ഒരു കോടതിയിൽ പെൻഡിംഗ് കേസ് നിലനിൽക്കുന്ന ഒരാൾക്ക് വിവാഹിതനാകാൻ പാടില്ല എന്ന് ഏത് ഇന്ത്യൻ നിയമമാണ് പറയുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ കേസിന്റെ ഏതെല്ലാം തരത്തിൽ ഈ കേസിനെ ഡെമണൈസ് ചെയ്യാൻ, ഇതിനെ ഒരു ഭീകര തലത്തിലേക്കും അതുപോലെ തന്നെ തീവ്രവാദ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയോ, അതെല്ലാം മറ്റൊരു കാര്യമാണെന്നും അത് സ്റ്റേറ്റും പോലീസും തീരുമാനിക്കേണ്ടതാണെന്നും NIA-യുടെ അന്വേഷണമായി പോകാവുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞത്, അതിനൊന്നും ഒരാളുടെ വിവാഹത്തെ തടസ്സപ്പെടുത്താൻ, അത് എപ്പോൾ വേണമെങ്കിലും കോടതി 2 ദിവസത്തിനകം എങ്ങനെ വിവാഹിതരായി, എങ്ങനെ പോർട്ടലിൽ പരസ്യം കൊടുത്തു എന്നെല്ലാം ഉന്നയിച്ച ചോദ്യങ്ങൾ തകർന്നടിയുന്നതാണെന്ന് കോടതിയിൽ കണ്ടത്. അത്തരം ചോദ്യങ്ങളെല്ലാം ബാലിശമാണ്. ഒരു പൗരന്റെ അവകാശത്തിൽ, 2 വ്യക്തിത്വങ്ങളുടെ അവകാശത്തിൽ അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് വന്നതോടുകൂടി ഹൈക്കോടതി വൈകാരികമായി എടുത്ത ഒരു വിധിയെയാണ് കോടതി നിരാകരിച്ചിരിക്കുന്നത്. കാരണം ഹൈക്കോടതി യഥാർത്ഥത്തിൽ ഞങ്ങളെ കബളിപ്പിക്കുകയാണ് ഇവർ ചെയ്തത് എന്ന ഒരു ധാരണയിലാണ് 21 നടന്ന വിവാഹത്തെ അസാധുവാക്കിയത്. തങ്ങൾ വരാൻ പറഞ്ഞു പോയ ശേഷം 2 ദിവസത്തിനകം ഇവർ വിവാഹിതരായി വന്നത് തങ്ങളുടെ നിയമപരമായ നടപടിയിൽ നിന്ന് രക്ഷ നേടാനാണ് എന്ന തോന്നലിൽ നിന്ന് ഹൈക്കോടതി നടത്തിയ വിധിയാണ് ഇത് എന്ന് ഇന്ന് കൃത്യമായിട്ട് അശോകന് വേണ്ടി ഹാജരായ ശ്യാം ദിവാൻ, മുതിർന്ന അഭിഭാഷകൻ ശ്യാം ദിവാൻ ആവർത്തിച്ച് പറയുകയുണ്ടായി. അതുകൊണ്ട് ഹൈക്കോടതിയെ കബളിപ്പിക്കാൻ നടത്തിയ ഈ വിവാഹത്തെ നിങ്ങൾ അംഗീകരിക്കരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ കോടതി പറഞ്ഞത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. കാരണം ഒരു പെറ്റീഷനോ ഒരു പരാതിയോ ഒരു ഹർജിയോ ഒരാളുടെ വിവാഹം തടസ്സപ്പെടുത്തുന്നതിന് ഇന്ത്യൻ നിയമപ്രകാരം അതൊരു ഉപാധിയല്ല, അതൊരു കാര്യമായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. ശരി അസുൽ ബന്ന, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. EN നന്ദകുമാറിന്റെ RSS പ്രതിനിധി EN നന്ദകുമാർ, സംഘപരിവാർ ഈ കേസിനെ രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചത് ലവ് ജിഹാദിൻ്റെ ഉദാഹരണമായിട്ടാണ്. ലവ് ജിഹാദ് മാത്രമല്ല, ലവ് ജിഹാദിലൂടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ പൗരന്മാരെ കയറ്റി അയക്കുന്ന വലിയൊരു മാഫിയയുടെ ശൃംഖലയുടെ ഭാഗമാണ് ഈ സംഭവം എന്നും പ്രചരിപ്പിക്കുകയുണ്ട്. എങ്ങനെ കാണുന്നു താങ്കൾ ഈ സുപ്രീം കോടതിയുടെ വിധിയെ? ഇത് RSSന്റെ പ്രചരണം എന്നുള്ളതിലേക്ക് എടുക്കരുത്. ഇത് കൃത്യമായിട്ട് ഇന്ന് കോടതി അംഗീകരിച്ചിരിക്കുന്നത് വിവാഹത്തെ അംഗീകരിച്ചിരിക്കുന്നു. കോടതി വിധി ഏതാണെങ്കിലും അംഗീകരിക്കുവാൻ ഇവിടെയുള്ള എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ബാധ്യസ്ഥമാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും കോടതി പറഞ്ഞില്ലല്ലോ. കോടതി പറഞ്ഞത് ഇതിനകത്ത് ഈ വിവാഹം കഴിച്ച ആളുടെ തീവ്രവാദ ബന്ധത്തെ സംബന്ധിച്ചെല്ലാം അന്വേഷിക്കുവാനുള്ള
ചുമതല NIA-ത്തിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇത് ആകെ വിവാഹം എന്നുള്ള ഒരു എഗ്രിമെന്റിന് മാത്രം അംഗീകരിച്ചു എന്നുള്ളതാണ് വശമുള്ളത്. അതിനെ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. നന്ദകുമാർ, ഒരു കാര്യം, അതായത് ഈ വിവാഹത്തിൻ്റെ ഏറ്റവും വിവാദപരമായ ഭാഗം, അതായത് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ ആരോപിക്കുന്ന ഭാഗം ലവ് ജിഹാദാണ്. അതായത് ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം സംഘടനകളിൽ ചിലത് പല മാർഗങ്ങളിലൂടെ മതം മാറ്റി വിദേശത്തേക്ക് കടത്തുന്നു, ലൈംഗിക വ്യാപാരം നടത്തുന്നു എന്നുവരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണങ്ങൾ, മറ്റ് ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ NIA അന്വേഷിക്കുന്നത് ഹാദിയയെ വിദേശത്തേക്ക് കടത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ വിവാഹം നടന്നത് എന്ന ആരോപണത്തെക്കുറിച്ച് കൂടിയാണ്. പക്ഷേ ഇന്നത്തെ കോടതി വിധിയോടുകൂടി ഈ ലവ് ജിഹാദ് എന്ന ആരോപണം അപ്രസക്തമാവുകയല്ലേ? ഒരിക്കലുമില്ല. കാരണം ലവ് ജിഹാദ് എന്നുള്ള ആരോപണം അപ്രസക്തമാകുന്നില്ല. ഇതിനകത്ത് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടി ഈ മനുഷ്യന് വിവാഹം കഴിച്ചിരിക്കുന്നതിനെ കോടതി അംഗീകരിക്കുന്നു. മറിച്ച് നാളെ ഇയാൾക്ക് ഇവിടുന്ന് സാധാരണ നിലയ്ക്ക് ഇപ്പൊ നിമിഷയുടെ കേസിലോ അല്ലെങ്കിൽ മരിയയുടെ കേസിലോ ചെയ്ത പോലെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇത് അശോകനും പറഞ്ഞല്ലോ, പെൺകുട്ടിയുടെ അച്ഛനും പറഞ്ഞു, ഈ പെൺകുട്ടി മുസ്ലിം ആകുന്നതിനല്ല പ്രശ്നമാണത്, ഈ പെൺകുട്ടി സിറിയയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിലാണ് പ്രശ്നമാണത്. അത് അച്ഛന്റെ വാദമാണ് നന്ദകുമാർ, അത് അദ്ദേഹത്തിന്റെ അശോകന്റെ വാദമാണ്. പക്ഷെ സംഘപരിവാറിന്റെ വാദം അങ്ങനെയല്ല. ഈ വിവാഹം തന്നെ വിവാദപരമാണ് എന്നാണ്, അതായത് ലവ് ജിഹാദിന്റെ ഭാഗമായിട്ടുള്ള വിവാഹമാണ് എന്നാണ് സംഘപരിവാർ ആരോപിച്ചത്. അങ്ങനെ സംഘപരിവാർ അല്ലല്ലോ ഈ വിഷയം കൊണ്ടുവന്നത്. ഈ വിഷയം കൊണ്ടുവന്ന് ഈ വിഷയം വന്നത് കോടതിക്കകത്താണ്. കേരള ഹൈക്കോടതിയുടെ പരാമർശമാണ്. കേരള ഹൈക്കോടതിയിലെ ജഡ്ജി പോലും സംഘപരിവാറിന്റെ ആളാണ് എന്ന് തെറ്റിദ്ധരിച്ച് പ്രകടനം നടത്തിയവരാണ് ഇതിന്റെ ഈ പ്രചരണത്തിന് പിന്നിൽ മുഖ്യമായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിലുള്ള നിലപാട് വിവാഹം കഴിക്കുന്നത് വൈയക്തികമായിട്ടുള്ള പ്രശ്നമാണ്, അതവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ രാജ്യത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നത് രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, അത് മറ്റൊരു പ്രശ്നം തന്നെയാണ്. നന്ദകുമാർ, അതിലൊരു വൈരുദ്ധ്യമുണ്ട്. കാരണം ഈ രാജ്യത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകാതെ തന്നെ ഇത്തരത്തിലുള്ള ഇന്റർകാസ്റ്റ് മാരേജുകൾ, ഇന്റർ റിലീജിയസ് മാരേജുകൾ സംഘപരിവാർ ഇനി മുതൽ അംഗീകരിക്കുമോ? ഞങ്ങളതിനകത്ത് സംഘപരിവാർ വിവാഹം അംഗീകരിക്കുന്നുള്ളതല്ല. ഇത് സംഘപരിവാറിന്റെ വിഷയമല്ല വാസ്തവത്തില്. സംഘപരിവാറിന്റെ വിഷയമാണ് നന്ദകുമാർ. കാരണം നമ്മുടെ മാധ്യമങ്ങളൊന്ന് പരതിയാൽ തന്നെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഇത് സംബന്ധിച്ച് എന്തെല്ലാം പ്രചാരണങ്ങൾ സംഘപരിവാർ നടത്തിയിട്ടുണ്ട്. ഈ സംഘപരിവാറിലല്ലോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ് ആദ്യം നിയമസഭയിൽ പറഞ്ഞത്. അത് ആ സമയത്ത് സംഘപരിവാർ നിയമസഭയിൽ പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല നന്ദകുമാർ. ഉണ്ടായിരുന്നില്ലല്ലോ. സംഘപരിവാർ നിയമസഭയിൽ പ്രതിനിധി ഇല്ലാത്ത സമയത്താണ് രമേശ് ചെന്നിത്തല കേരളത്തിൽ നിയമസഭയിൽ പറഞ്ഞത് 5000-ഓളം ആളുകളെ തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ ഞങ്ങൾ പറഞ്ഞ വിഷയമല്ല, നിയമസഭയിൽ പറയുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ വിഷയത്തെ പ്രതികരിക്കാതിരിക്കാൻ സാധ്യമാകുമോ? ഞങ്ങളൊരു പൊതുപ്രസ്ഥാനമല്ലേ? ശരി, വളരെ നന്ദി നന്ദകുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.